നിന്റെ ജനാസ ചുമക്കാര് ഈ കുമ്പോല് പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടടാ പൊന്നുമോരെ. നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. മരണ വാർത്ത അറിയുന്നവര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. പടച്ച റബ്ബേ, ടാർപ്പ കെട്ടുന്നു, കസേര നിരത്തുന്നു, ചൂടുവെള്ളം തയ്യാറാകുന്നു. ഓരോരുത്തരും വന്ന് പടച്ചവനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവസാനം ജനങ്ങൾ മുഴുവനും വീട്ടിൽ കടന്നു വന്നു. ഈ ചെറുപ്പക്കാരാ, നിന്റെ മരണമാടാ പറയുന്നത്, നിന്റെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത ഈ കുമ്പോരിലെ ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുമക്കളെ, അവസാനം നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ പുറകിൽ ഒരുക്കി വിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോവുകയാ. നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാണ്, നെജസുകൾ ഒഴിവാക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്. പടച്ചവരെ, ചൂടുള്ള വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ്, നല്ലതുപോലെ കുളിപ്പിക്കുകയാണ്, സുഗന്ധമിട്ട വെള്ളം ഒഴിക്കുകയാണ്, അവിടെ നിന്ന് ഒന്നുവെടുപ്പിക്കുകയാണ്, തുടച്ചു വൃത്തിയാക്കുകയാണ്, വെള്ളത്തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. എന്നിട്ട് പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരും മാറി നിന്ന് കഴിയുമ്പോ അതാ കുട്ടികളെ എടുത്തു കൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ കൊണ്ടുവരികയാണ്. വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ നിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തുകയാണ്. അല്ലാ, കാലുകുത്താ സ്ഥലമില്ലടാ ചെറുപ്പക്കാരാ. എല്ലാവരും വന്നിട്ടുണ്ടടാ, വിളിച്ചില്ലെന്ന് പരാതിയില്ല. നാട്ടുകാര് മുഴുവനും, കുടുംബക്കാര് മുഴുവനും, കൂട്ടുകാര് മുഴുവനും, പള്ളിയിലെ ഉസ്താദന്മാരുൾപ്പെടെ സർവരും നിന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അല്ലാഹുവേ, വല്ലാത്ത തിരക്കാട്. ആ സമയത്ത് നിന്റെ ജനാസയുടെ തലയുടെ ഭാഗത്തിരിക്കുന്ന ആ മനുഷ്യൻ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. കാണണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാണ്, പൊതിയാൻ പോകുകയാണ്. വല്ലാത്ത തിരക്കാട് ചെറുപ്പക്കാരാ. അപ്പോഴാരോ വിളിച്ചു പറയുകയാണ്, കണ്ടതൊക്കെ മതി പൊതിയാറ്, കണ്ടതൊക്കെ മതി പൊതിയാറ്. റബ്ബേ, നിന്റെ ജനാസ പൊതിയുകയാണ്. നിലവിളിയാ. നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാണ്. ചെറുപ്പക്കാരാ, കുമ്പോല് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, കേറാത്ത വീടില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ മോഡലാ. ഫ്രീ സർവീസാ മോര്. ഡ്രൈവർ വേണ്ട, പെട്രോള് വേണ്ട, ഡീസൽ വേണ്ട, ഇൻഷുറൻസ് വേണ്ട. മോനെ പെറ്റിയടിക്കാൻ ആരുമില്ലാത്ത വാഹനമാ വീടിന്റെ മുറ്റത്ത് ഫ്രീ ആയി കൊണ്ടുവച്ചിരിക്കുകയാ. നിന്റെ ജനാസ അതിലേക്ക് എടുത്തു വെച്ചു, നിന്റെ ജനാസ അതിലേക്ക് എടുത്തു വെച്ചു. ഇനി അത് ചുമക്കണം മോനെ, ഇനി അത് ചുമക്കണം ബാപ്പാ. ഇനി നീ പറ, ആരാ ചുമക്കേണ്ടത്? നിസ്കരിക്കാത്തവനാണോ? കള്ളു കുടിക്കുന്നവനാണോ? വ്യഭിചരിക്കുന്നവനാണോ? പലിശ തിന്നുന്നവനാണോ? അള്ളാനെ മറന്നു നടക്കുന്നവനാണോ? ഏഷണിയും പരദൂഷണവും പറയുന്നവനാണോ നിന്റെ ജനാസ ചുമക്കേണ്ടത്? നീ ആരാ? VVIP അല്ലേ?
നീ VVIP അല്ലേ, നീ അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്തവനല്ലോ, നീ അള്ളാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിച്ചവനല്ലോ, നീ ഖുർആനിനെ ആദരിച്ചവനല്ലോ, നീ ലോക്കലല്ലോ. VVIP മരിച്ച VVIP വരണമല്ലോ. അതുകൊണ്ട് സഹോദര, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരൂല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരൂല, കേരള പോലീസ് വരൂല, എന്നാ വരുമടാ ചെറുപ്പക്കാരാ നിന്റെ ജനാസ ചുമക്കാ. ആകാശത്ത് നിന്ന് 70,000 മലക്കുകളും അല്ലാഹുവിന്റെ പട്ടാളം വരുമടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ സൈന്യം വരുമടാ ചെറുപ്പക്കാരാ. നിന്റെ ജനാസ ചുമക്കാർ സിറാജ് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. ആ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ പടച്ചവനെ വല്ലാത്ത മരണമായിരുന്നു. കണ്ടവർ പറയുന്നു എന്തൊരു പ്രകാശമാ എന്തൊരു പ്രകാശമാ സഅദ്, ഉറങ്ങുകയാണോ സഅദ്? സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കണ്ടവര് പറയുകയാണ്, അവിടുത്തെ ജനാസ കഫം പൊതിഞ്ഞു, മയ്യത്ത് കെട്ടിലേക്ക് എടുത്തു വെച്ചു. സഹാബത്ത് അവിടുന്ന് ജനാസ കൊണ്ടുപോകുമ്പോ അവർ പരസ്പരം പറയുന്നു, ഭാരമില്ല ഭാരമില്ല ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. സഹാബത്ത് നോക്കുമ്പോ അള്ളാന്റെ റസൂല് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. നിബിതങ്ങൾക്ക് സ്ഥലമില്ലടോ. അള്ളാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ എന്തു പറ്റി നബിയേ? തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നല്ലോ നബിയേ, മയ്യത്തിനു ഭാരമില്ല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബാ മലക്കുകൾ ഇറങ്ങി വന്നു, സഹാബാ തിരക്കാ സഹാബ, കാലുകുത്താ സ്ഥലമില്ല സഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെന്ന് തള്ളവിരൽ കുത്തികെട്ടാണ് നടന്നു പോയത്. പടച്ചുറപ്പേ, അതാ കബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച 10 മക്കളോട് പറയുകയാ, ഇവരുടെ മാതാപിതാക്കളോട് പറയുകയാ, ഇവരുടെ മഹത്വം നിങ്ങൾക്കറിയില്ലടോ. പടച്ചവനെ, മണ്ണിന് പോലെ സുഗന്ധമാ, മണ്ണിന് പോലെ സുഗന്ധമാ. കബർ കുടിക്കുന്ന മനുഷ്യന് കബറിനടിയിൽ നിന്ന് അവസാനം ഇങ്ങനെ തൂത്തുവാരുകയാണ്. ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാ. ജനാസ കബറടക്കി വീട്ടിലേക്ക് പോയി മണ്ണെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. രാത്രിയായപ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാണ് റബ്ബേ, എവിടെ നിന്നാണ് റബ്ബേ എന്റെ വീടിന്റെ അകത്ത് സുഗന്ധമടിക്കുന്നത്? കബർ കുഴിക്കുന്ന മനുഷ്യൻ ചെന്ന് നോക്കുമ്പോ കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാണ്. ആ സഅദ് തങ്ങളുടെ കബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണിന് പോലെ സുഗന്ധമാണ്. പടച്ചവരെ, ഈ കബർ കുടിച്ച മനുഷ്യൻ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ എങ്ങനാ സഅദേ, എന്ത് നന്മ ചെയ്തിട്ടാ സഅദേ നിനക്ക് അല്ലാഹു ഇങ്ങനെ ഒരു മരണം തന്നതു? സഅദ് തങ്ങളുടെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാ.